പിന്നെ പ്ലേറ്റിംഗ് പ്രത്യേകം എഞ്ചിൻ കവർ പ്ലേറ്റിംഗ് വേണമെന്ന് കസ്റ്റമർ എടുത്ത് പറഞ്ഞായിരുന്നു. എഞ്ചിൻ കവർ മാത്രം ചെയ്യാനായിട്ട് പഴയ മോഡലിൽ 10,000 രൂപയുടെ പ്ലേറ്റിംഗ്. 10,000 രൂപ പഴയ മോഡൽ. എല്ലാം കൂടെ 15-16 പ്ലേറ്റിംഗിനായി 16,000 രൂപ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഫിംഗ് ഇല്ലാന്ന് തോന്നുന്നല്ലേ? ബഫിംഗ് ക്രാങ്ക് കേസ് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്താണ് കൊടുത്തത്. അവിടെ വന്നിട്ട് 4,000 സംതിങ് രൂപ അതിനായി. ഗിയർ ബോക്സിന്റെ അകത്തെ പോർഷൻ, ഗിയർ ബോക്സും ക്രാങ്ക് കേസും കൂടെ ബഫ്. ഈ ഇതിപ്പോ നമ്മുടെ കാർബറേറ്റർ ഇതെന്തോ പഴുത് വെച്ചേക്കുന്നത്? കാർബറേറ്ററൊക്കെ മാറിയില്ല. മെയിനായിട്ട് ഇതിന്റെ ഓണർ ഇപ്പൊ മേടിച്ച ഓണർ പുള്ളിക്കാരൻ പുറത്താണ്, NRI ആണ്. അപ്പൊ പുള്ളി ഇനി 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകും. പുള്ളി അതിനിടയ്ക്കാണ് 2000 കിലോമീറ്റർ ഓടിയത്. അത് ഓടി. അപ്പൊ ഇത് കയറ്റി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ആക്ച്വലി നമുക്ക് കാശ് കുറഞ്ഞിട്ടുണ്ടല്ലേ? കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ കംപ്ലൈന്റ് ഇല്ലായിരുന്നു. നമ്മൾ ഓവർഫ്ലോ, മിസ്സിംഗ്, ട്യൂണിംഗ് ഒന്നും കറക്റ്റാതെ വരുമ്പോഴാണ് മിക്കവാറും മാറുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് ഓൾറെഡി മാറിപ്പോന്ന് പറയും. ഇത് പിന്നെ ഓക്കെ ആയിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്തില്ല. അപ്പോൾ പ്ലേറ്റിങ്ങിന് 16,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ലേബർ നോർമൽ 10 രൂപ തന്നെയാണ്.